അരനൂറ്റാണ്ടിലേറെയായി കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടെല്ലാണ് ഗൾഫ് പ്രവാസം, പ്രത്യേകിച്ച് യുഎഇയിലേക്കുള്ള കുടിയേറ്റം. ഗൾഫ് സ്വപ്നങ്ങളുമായി നാടുവിടുന്ന ലക്ഷക്കണക്കിന് മലയാളികൾക്ക് ദുബായിലും അബുദാബിയിലുമൊക്കെ എത്തിച്ചേരുക എന്നത് എക്കാലത്തും വലിയൊരു ലക്ഷ്യമാണ്. മുൻകാലങ്ങളിൽ നാട്ടിൽ നിന്ന് ഒരു ടൂറിസ്റ്റ് വിസയിലോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ സ്പോൺസർ ചെയ്യുന്ന സന്ദർശക വിസയിലോ യുഎഇയിലെത്തി ചുട്ടുപൊള്ളുന്ന വെയിലിൽ കമ്പനികൾ കയറിയിറങ്ങി ജോലി അന്വേഷിക്കുന്നവരായിരുന്നു ഭൂരിഭാഗം സാധാരണക്കാരും പ്രൊഫഷണലുകളും. ലഭ്യമായ കുറഞ്ഞ ദിവസത്തെ വിസയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് ഒരു ജോലി കണ്ടെത്തുക എന്ന വലിയ മാനസിക സമ്മർദ്ദവും അതിന് കഴിഞ്ഞില്ലെങ്കിൽ വിസ പുതുക്കാൻ വേണ്ടിവരുന്ന വലിയ സാമ്പത്തിക ബാധ്യതകളും പലരെയും തളർത്തിയിരുന്നു. മാത്രമല്ല, ടൂറിസ്റ്റ് വിസയിൽ ജോലി അന്വേഷിക്കുന്നത് നിയമപരമായി പൂർണ്ണ സുരക്ഷിതത്വമല്ലാത്തതിനാൽ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ പലവിധ ചൂഷണങ്ങൾക്കും കബളിപ്പിക്കലുകൾക്കും ഇരയാകാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരുന്നു. പുതിയ തൊഴിൽ നിയമങ്ങളും കർശനമായ വിസ വ്യവസ്ഥകളും നിലവിൽ വന്നതോടെ ഈ പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരമായാണ് യുഎഇ ഭരണകൂടം ജോബ് സീക്കർ വിസിറ്റ് വിസ അഥവാ തൊഴിലന്വേഷക വിസ എന്ന പുതിയ സംവിധാനം ഔദ്യോഗികമായി അവതരിപ്പിച്ചിരിക്കുന്നത്. സ്പോൺസർമാരോ അല്ലെങ്കിൽ ഹോസ്റ്റോ ഇല്ലാതെ തന്നെ തികച്ചും നിയമപരമായി രാജ്യത്ത് താമസിച്ച് ജോലി അന്വേഷിക്കാൻ വൈദഗ്ധ്യമുള്ള യുവ പ്രൊഫഷണലുകൾക്ക് ഇതിലൂടെ സുവർണാവസരം ലഭിക്കുന്നു. എന്താണ് ഈ ജോബ് സീക്കർ വിസിറ്റ് വിസ? യുഎഇയിലെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് ഫോർട്ട് സെക്യൂരിറ്റി അഥവാ ICP, ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഫോർ റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അഥവാ GDRFA എന്നിവർ സംയുക്തമായി നൽകുന്ന പ്രത്യേക കാറ്റഗറിയിലുള്ള വിസയാണിത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച പ്രതിഭകളെയും യുവ പ്രൊഫഷണലുകളെയും സാങ്കേതിക വിദഗ്ധരെയും രാജ്യത്തേക്ക് ആകർഷിക്കുക എന്ന ഭരണകൂടത്തിന്റെ വിശാലമായ ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. സാധാരണ സന്ദർശക വിസകളിൽ നിന്ന് വ്യത്യസ്തമായി അപേക്ഷകന് യുഎഇയിൽ ഒരു സ്പോൺസറുടെയോ ബന്ധുവിന്റെയോ പരിചയക്കാരുടെയോ ആവശ്യമില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപേക്ഷകന്റെ ആവശ്യാനുസരണവും സാമ്പത്തിക ശേഷിക്കുമനുസരിച്ച് 60, 90 അല്ലെങ്കിൽ 120 ദിവസത്തേക്ക് ഈ വിസ സ്വന്തമാക്കാൻ സാധിക്കും. ദീർഘകാലത്തേക്കുള്ള ഈ വിസ സംവിധാനം തൊഴിലന്വേഷകർക്ക് തങ്ങളുടെ മേഖലയ്ക്ക് അനുയോജ്യമായ കമ്പനിയിൽ സാവകാശം അഭിമുഖങ്ങളിൽ പങ്കെടുക്കാനും പല കമ്പനികളിൽ നിന്നുള്ള ഓഫറുകൾ താരതമ്യം ചെയ്ത് ഏറ്റവും മികച്ച തൊഴിൽ കണ്ടെത്താനും ആവശ്യത്തിന് സമയം നൽകുന്നു. ഈ തൊഴിലന്വേഷക വിസ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന ഒന്നല്ല എന്ന കാര്യം കൃത്യമായി ഓർക്കേണ്ടതുണ്ട്. മറിച്ച് കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യതയും പ്രൊഫഷണൽ വൈദഗ്ധ്യവുമുള്ളവരെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ വിസ സമ്പ്രദായം. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള പ്രൊഫഷണൽ തൊഴിൽ കാറ്റഗറിയിൽ 1, 2, 3 നൈപുണ്യ തലങ്ങളിൽ അഥവാ സ്കിൽ ലെവലുകളിൽ ഉൾപ്പെട്ടവർക്കാണ് പ്രധാനമായും ഇതിന് അർഹതയുള്ളത്. സ്കിൽ ലെവൽ 1 ഉൾപ്പെടുന്നത് പ്രധാനമായും കമ്പനികളുടെ തലപ്പത്തിരിക്കുന്ന ലെജിസ്ലേറ്റർമാർ, ജനറൽ മാനേജർമാർ, ബിസിനസ് എക്സിക്യൂട്ടീവുകൾ, ഭരണ നിർവഹണ മേഖലയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരാണ്. സ്കിൽ ലെവൽ 2 ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, വൈദ്യശാസ്ത്രം, അധ്യാപനം എന്നീ മേഖലകളിലെ ഉയർന്ന പ്രൊഫഷണലുകൾ വരും. 3-ാം ലെവലിൽ ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ലബോറട്ടറി ടെക്നീഷ്യന്മാർ, IT സപ്പോർട്ട് സ്റ്റാഫുകൾ എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ ലോകത്തെ ഏറ്റവും മികച്ച 500 സർവകലാശാലകളിൽ ഒന്നിൽ നിന്ന് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഉയർന്ന മാർക്കോടെ ബിരുദം കരസ്ഥമാക്കിയ യുവതീ-യുവാക്കൾക്കും ഈ വിസയ്ക്ക് നേരിട്ട് അപേക്ഷിക്കാം. ചുരുക്കത്തിൽ കുറഞ്ഞത് ഒരു ബാച്ചിലർ ബിരുദമോ അതിന് തുല്യമായ യോഗ്യതയോ ഉള്ളവർക്ക് മാത്രമേ ഈ വിസ സ്വന്തമാക്കാൻ സാധിക്കൂ. കേരളത്തിൽ നിന്ന് എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, മാനേജ്മെന്റ് തുടങ്ങിയ ബിരുദങ്ങൾ പൂർത്തിയാക്കി യുഎഇയിലേക്ക് ജോലി തേടി പോകുന്ന 10,000-കണക്കിന് യുവാക്കൾക്ക് ഈ വിസ ഒരു വലിയ അനുഗ്രഹമാണ്. മുൻകാലങ്ങളിൽ ടൂറിസ്റ്റ് വിസയിൽ വന്ന് ജോലി അന്വേഷിക്കുന്നവർക്ക് പലപ്പോഴും നിയമപരമായ പരിരക്ഷയോ ഇൻഷുറൻസ് പരിരക്ഷയോ ലഭിച്ചിരുന്നില്ല. എന്നാൽ ജോബ് സീക്കർ വിസയിൽ വരുന്നവർക്ക് തങ്ങളൊരു തൊഴിലന്വേഷകനാണെന്ന് ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്താനും മികച്ച കമ്പനികളുടെ HR വിഭാഗങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഇന്റർവ്യൂകൾ നേരിടാനും സാധിക്കും. ഇവിടെ പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും പലരിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിസ ജോലി അന്വേഷിക്കാൻ മാത്രമുള്ളതാണ് എന്നതാണ്. ഈ വിസ കൈവശമുണ്ടെന്ന് കരുതി യുഎഇയിൽ ഏതെങ്കിലും കമ്പനിയിൽ ശമ്പളത്തിന് ജോലി ചെയ്യാൻ പാടുള്ളതല്ല. സന്ദർശക വിസയിൽ ജോലി ചെയ്യുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അതത് കമ്പനി നിങ്ങൾക്ക് ഔദ്യോഗികമായി എംപ്ലോയ്മെന്റ് വിസ അഥവാ വർക്ക് പെർമിറ്റ് നൽകുകയും രാജ്യത്ത് വെച്ച് തന്നെ അതിലേക്ക് വിസ സ്റ്റാറ്റസ് മാറ്റുകയും ചെയ്തതിനു ശേഷം മാത്രമേ ജോലിയിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. സമീപകാലത്ത് യുഎഇ വിസ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിസ കാലാവധി കഴിഞ്ഞുള്ള താമസത്തിന് യാതൊരുവിധ ഗ്രേസ് പീരീഡും ഇല്ലാതെ പ്രതിദിനം 50 ദിർഹം വീതം പിഴ ഈടാക്കുന്ന നിയമം കർശനമാക്കിയിരിക്കുകയാണ്. അതിനാൽ വിസ കാലാവധി കൃത്യമായി നിരീക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. വളരെ ലളിതവും തികച്ചും സുതാര്യവുമായ ഓൺലൈൻ പ്രക്രിയകളിലൂടെയാണ് ഈ വിസയ്ക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഇടനിലക്കാരുടെയോ ഏജന്റുമാരുടെയോ സഹായമില്ലാതെ തന്നെ അപേക്ഷകർക്ക് ഇത് പൂർത്തിയാക്കാം. ദുബായ് എമിറേറ്റിലേക്കാണ് വിസ ആവശ്യമെങ്കിൽ GDRFA വെബ്സൈറ്റ് വഴിയോ അവരുടെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ അപേക്ഷിക്കാം. ദുബായ്ക്ക് പുറമെ അബുദാബി, ഷാർജ തുടങ്ങിയ മറ്റ് എമിറേറ്റുകളിലേക്കാണെങ്കിൽ ICP സ്മാർട്ട് സർവീസ് പോർട്ടൽ ഉപയോഗിക്കാവുന്നതാണ്.
UAE പാസ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID നൽകി ഒരു പുതിയ അക്കൗണ്ട് സൃഷ്ടിച്ചോ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കാൻ പ്രധാനമായും വേണ്ടത് വ്യക്തമായ ഒരു പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ, കുറഞ്ഞത് 6 മാസമെങ്കിലും കാലാവധിയുള്ള പാസ്പോർട്ടിന്റെ കോപ്പി, UAE അധികൃതർ സാക്ഷ്യപ്പെടുത്തിയ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവയാണ്. സർട്ടിഫിക്കറ്റുകൾ നാട്ടിലെ വിദേശകാര്യ മന്ത്രാലയവും UAE കോൺസുലേറ്റും സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണം എന്നത് നിർബന്ധമാണ്. രേഖകളെല്ലാം കൃത്യമായി ഓൺലൈനിൽ അപ്ലോഡ് ചെയ്താൽ വെറും 48 മണിക്കൂറിനുള്ളിൽ വിസ നടപടികൾ പൂർത്തിയാക്കി അപേക്ഷകന് ഇമെയിൽ വഴി വിസ ലഭിക്കുന്നതാണ്. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് ഫീസ് അടച്ചതിന് ശേഷം ലഭിക്കുന്ന റഫറൻസ് നമ്പർ ഉപയോഗിച്ച് ഏത് സമയത്തും അപേക്ഷയുടെ പുരോഗതി ട്രാക്ക് ചെയ്യാനും സാധിക്കും. അപേക്ഷകരെ സംബന്ധിച്ച് ഏറ്റവും ആകർഷകമായ മറ്റൊരു കാര്യം ഇതിന്റെ വ്യക്തമായ ഫീസ് നിരക്കുകളാണ്. വിസയുടെ കാലാവധി അനുസരിച്ചാണ് ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. 60 ദിവസത്തെ വിസയ്ക്ക് 200 ദിർഹവും 90 ദിവസത്തെ വിസയ്ക്ക് 300 ദിർഹവും 120 ദിവസത്തെ വിസയ്ക്ക് 400 ദിർഹവുമാണ് അടിസ്ഥാന വിസ ഫീസായി ഈടാക്കുന്നത്. ഇതിനൊപ്പം നിർബന്ധമായും 5% മൂല്യവർദ്ധിത നികുതിയും നൽകേണ്ടതുണ്ട്. ഇവയ്ക്ക് പുറമെ അപേക്ഷകർ 1600 ദിർഹം ഒരു സാമ്പത്തിക ഗ്യാരണ്ടിയായി അഥവാ സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി നൽകേണ്ടതുണ്ട്. ഇത് പേടിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം നിങ്ങൾ വിസ കാലാവധി തീരുന്നതിന് മുമ്പ് രാജ്യം വിടുകയോ അല്ലെങ്കിൽ UAEയിൽ ജോലി ലഭിച്ച് നിങ്ങളുടെ നിലവിലെ വിസ സ്റ്റാറ്റസ് മാറ്റുകയോ ചെയ്താൽ ഈ തുക നിങ്ങൾക്ക് പൂർണ്ണമായും തിരികെ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ നിലവിൽ ഏതെങ്കിലും വിസയിൽ UAEക്കുള്ളിലാണ് ഉള്ളത്, എന്നാൽ ആ വിസയിൽ നിന്ന് പുതിയ ജോബ് സീക്കർ വിസയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇൻസൈഡ് കൺട്രി വിസ ചേഞ്ച് ഫീസായി 520 ദിർഹം അധികമായി നൽകേണ്ടി വരും. ചുരുക്കത്തിൽ UAEയിൽ ഒരു മികച്ച കരിയർ സ്വപ്നം കാണുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഏത് വിദേശ വിദ്യാർത്ഥിക്കും പ്രൊഫഷണലിനും ധൈര്യമായി ഉപയോഗിക്കാവുന്ന ഒരു സുവർണ അവസരമാണ് തൊഴിലന്വേഷക വിസ. കൃത്യമായ യോഗ്യതയുള്ളവർ വ്യാജ ഏജന്റുമാരുടെ പൊള്ളയായ വാഗ്ദാനങ്ങളിൽ വീഴാതെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി നേരിട്ട് അപേക്ഷിച്ചാൽ വളരെ എളുപ്പത്തിൽ ഈ വിസ സ്വന്തമാക്കാനും പൂർണ്ണമായും നിയമപരമായി UAEയിൽ ജോലി അന്വേഷിക്കാനും സാധിക്കും. നിങ്ങളുടെ വിദ്യാഭ്യാസവും നൈപുണ്യവും UAEയുടെ വളർച്ചയ്ക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് തെളിയിക്കാനുള്ള ഏറ്റവും മികച്ച ആദ്യ പടിയാണിത്. മികച്ച മുന്നൊരുക്കത്തോടെയും ആത്മവിശ്വാസത്തോടെയും ദുബായിലേക്കും മറ്റ് എമിറേറ്റുകളിലേക്കും യാത്ര തിരിക്കാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് ഈ പുതിയ വിസ നിയമം വലിയൊരു അനുഗ്രഹമായി മാറും എന്നതിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.